നമുക്ക് മറ്റു ചില അതിഥികളിലേക്ക് കൂടെ പോകേണ്ടത്. ഇപ്പോൾ ശ്രീ വി ഹാരിസ് ഉണ്ട്. അദ്ദേഹം CPM-ന്റെ കൽപ്പറ്റ ഏരിയ സെക്രട്ടറിയാണ്. അദ്ദേഹം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ ഹാരിസ്, ഇപ്പോൾ ചൂരൽമലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ കണ്ടതെങ്കിൽ നേരത്തെ ഈ പടവെട്ടിക്കുന്നുകാരുടെ ദയനീയമായ സ്ഥിതി കണ്ടിരുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം മത്തായി കമ്മീഷൻ 27 വീടുകളും വാസയോഗ്യമാണെന്ന് കണ്ടുകൊണ്ട് അവിടെ തന്നെ താമസിക്കാം എന്നൊരു നിർദ്ദേശം കൊടുത്തിരിക്കുന്നത് കൊണ്ട് ആകെ പെട്ടുപോയ ഒരുപാട് ജീവിതങ്ങളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ റോഡിൽ, ഒരുപക്ഷെ താങ്കളോട് ഞാനിതൊന്നും വിശദീകരിച്ച് പറയേണ്ട കാര്യമില്ല, താങ്കൾക്ക് അതിലും വ്യക്തമായി തന്നെ അറിയാമായിരിക്കും. പക്ഷേ സർക്കാർ ഇപ്പോൾ നൽകുന്ന വാടകയെ ആശ്രയിച്ചുകൊണ്ടാണ് അവർ പലരും പുറത്ത് കഴിയുന്നത്. ഇവിടേക്ക് വന്ന് താമസിക്കാൻ അവർക്ക് പറ്റുന്നില്ല. അതിനുള്ള കാരണങ്ങൾ കൂടി അവർ പറയുന്നുണ്ട്. റോഡില്ല, മാത്രമല്ല ഇത്രയും റോഡില്ലാത്തതും മാത്രമല്ല അവരുടെ ജീവനോപാധികളൊക്കെ നഷ്ടപ്പെട്ടിരിക്കുന്നു. അപ്പോൾ എങ്ങനെയാണ് അവിടെ താമസിക്കുക എന്നൊരു ചോദ്യം ഉയർക്കുന്നു. അവരിപ്പോഴും പുനരധിവാസ പട്ടികയ്ക്ക് പുറത്താണ്. സർക്കാർ എത്ര കാലം ഇവർക്ക് വാടക കൊടുക്കുമെന്നറിയില്ല. അത് നിർത്തിയാൽ എന്ത് ചെയ്യും എന്നുള്ള ഇവരുടെ ചോദ്യത്തിന് എന്തുത്തരമാണ് ശ്രീ ഹാരിസ് നമുക്ക് നൽകാൻ കഴിയുക? ഇതിന്റെ തൊട്ട് മുൻപ് ഇതില് പ്രതികരിച്ച പ്രദേശവാസികളുടെ അവരുടെ പ്രയാസങ്ങൾ ഇതിനകത്ത് പറയുന്നത് ഞാൻ ഫോണിലൂടെ കേട്ടു. അപ്പൊ അതൊന്ന് മനസ്സിലാക്കേണ്ടത് അതിനോട് ചേർത്ത് തന്നെ പടവെട്ടിക്കുന്നുകാരുടെ പ്രശ്നം പറയണം. ആ പ്രദേശത്ത് ചൂരൽമല പ്രദേശത്തെ എല്ലാ വിഷയങ്ങളിലും നിരന്തരം ഇടപെടുന്ന ആള് എന്ന നിലക്ക് നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഈ പ്രയാസങ്ങളെ കുറിച്ച് നേരിട്ട് അറിയുന്ന ആളാണ്. ഇതിന് ശാശ്വതമായിട്ടുള്ള പരിഹാരം കാണേണ്ടത്. നമുക്ക് ഇപ്പോ ചൂരൽമല അങ്ങാടിയിൽ ഓട്ടോ ഓടിക്കുന്ന ഓട്ടോറിക്ഷ ഡ്രൈവർമാര് പണിയില്ലാത്തതിന്റെ ഭാഗമായി നിൽക്കുകയാണ്. സോ അവിടെ ഒരു പ്രദേശം പൂർണ്ണമായിട്ട് ഉരുളെടുത്തതിന്റെ ഭാഗമായി ആ പ്രദേശത്തെ ആൾതാമസം ഇല്ലാതെയായതാണ്. ആ ടൗണിനകത്ത് വ്യാപാര സ്ഥാപനങ്ങളില്ല, ആളുകൾ നിരന്തരം ആശ്രയിച്ചിരുന്ന സ്കൂൾ അവിടെ ഇല്ല, വില്ലേജ് ഓഫീസിലെ പ്രവർത്തനം പൂർവ്വസ്ഥിതിയിൽ ആയിട്ടില്ല. ഇതുപോലെയുള്ള പ്രയാസങ്ങൾ നേരിടുന്നതാണ് ആ ടൗണിനെ സജീവാക്കാത്തത്. അതിൽ നോക്കൂ, ഒന്ന് ഗവൺമെന്റ് അതിനകത്ത് കണ്ടിട്ടുള്ള കാര്യം, പടവെട്ടിക്കുന്നുകാരെ സ്വാഭാവികമായിട്ട് പുനരധിവാസ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കാര്യങ്ങൾ ചെയ്യുന്നതിന് പ്രയാസമില്ല. പക്ഷേ പടവെട്ടിക്കുന്ന് എന്ന് പറയുന്ന പ്രദേശം മേപ്പാടി പഞ്ചായത്തിലെ ഏറ്റവും നല്ല കർഷകരുള്ള കൃഷിക്കാരുള്ള ഒരു പ്രദേശമാണ്. ആ പ്രദേശത്തെ അവിടെ തന്നെ ആളുകളെ താമസിപ്പിച്ച് നിലനിർത്തുക എന്നുള്ളതാണ് അവിടെ. കാരണം മറ്റു ഭീഷണി ഇല്ലാത്തതുകൊണ്ട് അവിടെ എത്തിച്ചേരാനുള്ള റോഡില്ല, അതൊക്കെയാണ് പ്രയാസം. അപ്പൊ അതിന് ഗവൺമെന്റ് പദ്ധതി വെച്ചുകൊണ്ട് അങ്ങോട്ട് റോഡ് ഉണ്ടാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പദ്ധതിയാണ് അതിൽ തയ്യാറാക്കിയിട്ടുള്ളത്. അത് അടിയന്തരമായി നടപ്പിലാക്കേണ്ട പദ്ധതിയാണ്. മറ്റൊന്ന്, ചൂരൽമല അങ്ങാടി ടൗണ് അവിടെ പുനർനിർമ്മിക്കേണ്ടതുണ്ട്. അതില് ഈ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ നോ ഗോസോൺ ഏരിയ മാറ്റി ഗോസോൺ ഏരിയക്കകത്ത് ഇത്തരത്തിൽ നിർമ്മാണം നടക്കണം. മറ്റൊന്ന്, സ്കൂള് അവിടെ അടിയന്തരമായിട്ട് ഇപ്പൊ മേപ്പാടിയിൽ പ്രവർത്തിക്കുന്ന സ്കൂൾ അവിടെ കൊണ്ടുവരണം. അതിൽ ഒരു കാര്യം നമ്മളെ മാധ്യമ സുഹൃത്തുക്കൾ ഇതിൽ പറയുമ്പോൾ മാധ്യമ സുഹൃത്തുക്കളോട് കൂടി പറയാനുള്ളത്, അനാവശ്യമായിട്ടുള്ള ആശങ്ക ഇപ്പോ ഏറ്റവും ചൂരൽമലയിലേക്ക് ആളുകൾ സജീവമായി വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഈ കാലവർഷത്തിന്റെ ഭാഗമായിട്ട് വലിയ മലവെള്ളം അവിടെ ആ പുഴയിലൂടെ വന്നത്. സ്വാഭാവികമായിട്ട് ഉരുളെടുത്ത ഒരു സ്ഥലം എന്നുള്ള നിലക്ക് ആ കല്ലും മണ്ണൊക്കെ അതിലൂടെ ഒലിച്ചു വന്നു. വലിയ വാർത്ത ഇതാ ചൂരൽമലയിൽ വീണ്ടും ഉരുൾപൊട്ടി എന്നൊക്കെ പറയുന്ന ആശങ്കയും അവിടെ വലിയ അതിന്റെ ഭാഗമായിട്ടുള്ള പ്രതിഷേധവും ഉയർന്നു വരുന്നത് എങ്ങനെ ഈ ടൗണിനെ പുനർനിർമ്മിക്കുന്നതിന് വേണ്ടി സഹായിക്കും, ആ പ്രദേശത്ത് വീണ്ടും ആശങ്ക വർദ്ധിപ്പിക്കുകയും അവിടെ ഒരു തരത്തിലും ആളുകൾക്ക് പറ്റാത്ത ഏരിയ ആണ് എന്നുള്ള ഒരു ബോധപൂർവമായ ചർച്ചയാണ് അതിന്റെ ഭാഗമായിട്ട് വരിക. മറ്റൊന്ന്, സർക്കാരിന്റെ ഭാഗമായിട്ട് കാര്യങ്ങൾ നടക്കുന്നില്ല എന്ന് പറയുമ്പോൾ ജനങ്ങൾ വലിയ തെറ്റിദ്ധാരണയിലേക്ക് പോകുന്നുണ്ട്. സർക്കാർ അന്ന് മുതലുള്ള ഇതിന്റെ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുമ്പോഴും സർക്കാരിന്റെ ഭാഗമാണ് അവിടുത്തെ പഞ്ചായത്ത്, സർക്കാരിന്റെ ഭാഗമാണ് കൽപ്പറ്റയിലെ MLA. നിങ്ങൾ നോക്കൂ, ആ സ്കൂളിന് സർക്കാർ ഫണ്ട് പ്രഖ്യാപിച്ചതാണ്. പക്ഷെ ഇതുവരെ ഭൂമി ഏറ്റെടുത്ത് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ആരാ ചെയ്യേണ്ടത്? പഞ്ചായത്താണ്. ആ പഞ്ചായത്ത് ഞാൻ ഇപ്പൊ കുറ്റപ്പെടുത്തല്ല, രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു ഉപയോഗം നടത്തല്ല. പക്ഷെ നമ്മൾ അതിന്റെ ഒരു യാഥാർത്ഥ്യ ബോധത്തിലേക്ക് പോകണം. അവിടെ സ്കൂളിന് സ്ഥലം എടുത്തു കൊടുക്കണം, MLA ഇടപെടണം, പഞ്ചായത്ത് ഇടപെടണം, സ്ഥലം ഏറ്റെടുത്ത് കൊടുത്തുകൊണ്ട് അവിടെ സ്കൂൾ എത്രയും വേഗം അവിടെ നിർമ്മിക്കാൻ കഴിയണം. ശ്രീ ഹാരിസ്, സ്ഥലം ഏറ്റെടുക്കുന്നതിൽ നിലവിൽ എന്താണ് തടസ്സം? അവിടെ തടസ്സം പഞ്ചായത്താണ് ഏറ്റെടുത്ത് കൊടുക്കേണ്ടത്. അതിനാവശ്യമായ സ്ഥലം കണ്ടെത്തി പഞ്ചായത്ത് ഏറ്റെടുത്ത് കൊടുക്കണം. ഇതുവരെ പഞ്ചായത്തിന് അതിന് സാധിച്ചു. അതിനുള്ള നടപടിക്രമങ്ങൾ നടന്നതായിട്ട് താങ്കൾക്ക് അറിയാമോ? ഇല്ല, അറിയില്ല. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്ഥലം ഏറ്റെടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ സർക്കാർ ഫണ്ട് പ്രഖ്യാപിച്ചതാണ്. അവിടെ ഈ ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ പ്രദേശത്തെ പുനർനിർമ്മിക്കുന്നതിന് ഇപ്പം മുണ്ടക്കൈ ചൂരൽമല പ്രദേശത്തെ 1, 2, 3 വാർഡുകൾ, ആ പ്രദേശം 10, 11, 12 വാർഡുകൾക്കകത്ത് വലിയ നാശനഷ്ടം ഉണ്ട്. പക്ഷെ ബാക്കി പ്രദേശം അവിടെ നിൽക്കുകയാണ്. ഇപ്പൊ മേപ്പാടി നിന്ന് അങ്ങോട്ട് വിട്ടുകഴിഞ്ഞാൽ കള്ളാടി മുതൽ അങ്ങോട്ടുള്ള പ്രദേശം ഈ പൂർണ്ണമായിട്ട് ചൂരൽമലയെ ആശ്രയിച്ചു നിൽക്കുന്നതാണ്. അതുകൊണ്ട് ചൂരൽമല എന്ന് പറയുന്ന പ്രദേശത്തെ പൂർണ്ണമായി മാറ്റി സ്ഥാപിക്കുക എന്ന് പറയുന്നത് മേപ്പാടിയിൽ നിന്ന് അങ്ങോട്ട് വിട്ടുകഴിഞ്ഞാൽ ആ പ്രദേശത്തേക്കുള്ള മുഴുവൻ ആളുകളുടെ ജീവിതത്തെ സാരമായി ബാധിക്കുന്നതാണ്. ടൂറിസം മേഖലയും മറ്റ് കാർഷിക മേഖലയും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഉപജീവനം നടത്തുന്ന ആളുകളാണ്. അപ്പൊ ആ പ്രദേശത്തെ പുനർനിർമ്മിക്കണം.
അതും സർക്കാരിന്റെ ഈ പ്രവർത്തനത്തിന്റെ ഭാഗമായി വരേണ്ടത്. അതിന് പ്രാദേശിക സർക്കാർ, MLA, അതുപോലെ ഈ മാധ്യമങ്ങൾ എല്ലാവരുടെയും നല്ല സഹായം ഉണ്ടെങ്കിലേ അത് നടത്താൻ വേണ്ടി സാധിക്കുള്ളൂ. ആ പ്രവർത്തനം നടത്തേണ്ടത്. എന്നാലേ നമുക്ക് ഈ ഓട്ടോറിക്ഷക്കാരെ, അവിടെ ഉണ്ടായിരുന്ന ചുമട്ട് തൊഴിലാളികളെ, അവിടെയുള്ള തോട്ടം തൊഴിലാളികളെ, മറ്റിതര ജനവിഭാഗങ്ങളെ, കർഷകരെ എല്ലാം ഒരു പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരണം. താൽക്കാലികമായിട്ട് സർക്കാർ ഈ 9,000 രൂപ കൊടുത്തുകൊണ്ടോ അല്ലെങ്കിൽ ഈ ഫണ്ട് എടുത്തുകൊണ്ട് പൂർണ്ണമായിട്ട് ഇത്തരത്തിലുള്ള ക്ഷേമ പദ്ധതിയിലൂടെ ചെലവഴിച്ചുകൊണ്ട് അത് പരിഹാരം കാണാൻ കഴിയില്ല. അവിടെ പുനർനിർമ്മാണമാണ് നടക്കേണ്ടത്. അത് ഉൽപാദനപരമായിരിക്കണം. അത്തരത്തിലുള്ള നിർമ്മാണം പ്രായോഗികമായിട്ട് അവിടെ നടത്താൻ വേണ്ടി നമുക്ക് സാധിച്ചാലേ ഈ അവിടുത്തെ ശാശ്വതമായ ഒരു പരിഹാരം കാണാൻ വേണ്ടി സാധിക്കുള്ളൂ. ശരി വി ഹാരിസ്, താങ്കൾ പറഞ്ഞു വരുന്നത് പുനർനിർമ്മാണം എന്ന് പറയുമ്പോൾ വളരെ ക്രിയാത്മകമായി എല്ലാവരും ഒരുമിച്ച് ചെയ്യേണ്ടതാണ്. അതിൽ ഇടത് വലത് വ്യത്യാസമെന്നോ പഞ്ചായത്തെന്നോ സർക്കാരെന്നോ വ്യത്യാസമില്ലാതെ ഒരുമിച്ച് നിൽക്കേണ്ട ഒരു പ്രക്രിയ കൂടിയാണ്. ഇപ്പോൾ